जिनकी ना मरम्मत हो ना कोई वारंटी यार जमीन हिंदुस्तान अस्सलाम वालेकुम ദൈവമേ സമ്മതിച്ചു. മയൂരാനന്ദാശ്രമ താങ്കൾക്ക് ദേശീയ അവാർഡ് കിട്ടുന്ന ആദ്യം പ്രവചിച്ച ആരാണ്? എന്റെ അമ്മ. നിന്റെ അമ്മയും ജ്ഞാനിയാണ്. ഭാവിയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. മേളിലേക്ക് എറിഞ്ഞ ഭസ്മം മൊത്തം എന്റെ കണ്ണിലായി. ഒന്ന് ഊതി താടാ. അക്കരെ നിന്നൊരു മാരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ല. ഈ പ്രത്യേക അവസരത്തിൽ സുരാജേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരു പുല്ലും കിട്ടാൻ പോകുന്നില്ല. വാപ്പച്ചിന്റെ ചുള്ളൻ ചക്കനെ മൃഗങ്ങൾക്കും ഞങ്ങൾക്കും 6-ാം ഇന്ദ്രിയം ഞങ്ങൾക്ക് എല്ലാം same അത് ശരി. അപ്പൊ ഈ പട്ടിയുടെ ഇന്ദ്രിയാണ് സ്വാമിക്കുള്ളത്. അശ്വതി കൊച്ചേ, കൊച്ചേ അശ്വതി, സുരാട്ടോ. അതെ, സുരാജേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? അശ്വതിയായിട്ട് പ്രോഗ്രാം അങ്ങോട്ട് വന്ന് തുടങ്ങിയായിരുന്നോ? ഇപ്പൊ എന്താ ചെയ്യുക? ഒരു സംഭവമുണ്ട്. ഈ അശ്വതി വിളിച്ചിട്ടാണല്ലോ പുള്ളിക്കാരൻ തുള്ളിച്ചാടി ഇങ്ങോട്ട് ആവശ്യമില്ലാതെ കയറി വരുന്നത്. നമുക്ക് ഈ അശ്വതിയുടെ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഒരു കീച്ചങ്ങോട്ട് കീച്ചാൽ ചിലപ്പോൾ വന്നാലാ. നമസ്കാരം, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമ്മോട്. നമസ്കാരം. നമസ്കാരം. അശ്വതി എന്താ ഇന്ന് മേക്കപ്പ് ഇടാതെ നിൽക്കുന്നു? അശ്വതി എന്താ മേക്കപ്പ് ഇടാതെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വന്നേ. അതൊക്കെ മോശമല്ലേ? മേക്കപ്പ് ഇട്ടിട്ടല്ലേ വന്ന് അനൗൺസ് ചെയ്യേണ്ടത്? അയ്യോ, അശ്വതിയാ? പിന്നെ നിങ്ങളാരാ? ഞാൻ അശ്വതി അല്ല. പിന്നെ ഈ അശ്വതി വിളിച്ചിട്ടാണല്ലോ ചേട്ടൻ സാധാരണ വരണത്. അതെ. അതുകൊണ്ട് ഞാൻ ഇവരോട് ഒരു പ്ലാനിങ് ആയിരുന്നു. അശ്വതിയുടെ ശബ്ദത്തിൽ രൂപത്തിൽ സംഭവം ഏറ്റല്ലേ പുള്ളി വന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പ്രകാശൻ. എന്റെ ദൈവമേ, ശരിക്കും ഒന്ന് നോക്കിയേ. കറുത്ത വാവ് പോലെ ഇരിക്കുന്നു പ്രകാശൻ എന്ന്. ഈ പേരെന്തിനാ ഇതൊക്കെ? ഈ പേരൊക്കെ എന്തിനാ ഇടണേ? ചേട്ടാ വെറും പ്രകാശനല്ല, ബാലൻ തുമ്പൊക്കെ പുറകെ വരുന്നുണ്ട്. പ്രകാശൻ നിൻ തിരുവടികൾ. നിൻ തിരുവടി? എൻ തിരുവടികളോ? എൻ തിരുവടികൾ. ഓക്കെ. എന്നെ മനസ്സിലായോ? വരുന്നേന്ന് ഇല്ല. അതായത് മയൂരാനന്ദാശ്രമ മഠാധിപതി. എന്താ? മയൂരാനന്ദാശ്രമ മഠാധി ഇങ്ങനെ മയൂരാനന്ദ. നിങ്ങൾ എങ്ങനെയെന്ന് മാത്രം ചോദിച്ചാൽ മതി. എനിക്ക് ഇത്ര നീളമുള്ള പേര് പറയണം. ഒരുവിധം പറഞ്ഞു ഒപ്പിക്കുമ്പോ എങ്ങനെ? തെറ്റാതെ പറയും, തെറ്റാതെ സ്പീഡിൽ പറയും. മയൂരാനന്ദാശ്രമ മഠാധിപതി. മഠാധിപതി. എന്നാ അത് ഇരിക്കട്ടെ. സദ്ഗുരു. ചക്കഗുരു? ചക്കഗുരു അല്ല, സദ്ഗുരു. സദ്ഗുരു ചെൽപ്പാനന്ദ സ്വാമികളുടെ അരുമ ശിഷ്യനാണ് നാം. താങ്കള്? അപ്പൊ താങ്കളാണ് ഇവിടെ കിടന്ന് ബഹളം വെച്ചത്? അതെ അതെ. ചേട്ടൻ എന്ത് വിചാരിച്ചു? അല്ല, ഞാൻ കരുതി ആ ടർക്കി കോഴിയെ പട്ടി പിടിച്ചെന്ന്. ഭയങ്കര ബഹളവും ഒച്ചയൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇല്ല, മനസ്സിലായില്ല. എഴുന്നള്ളത്ത് അറിയിക്കാനാ. ഏതമ്പലത്തിലെ? അയ്യോ, അമ്പലത്തിലെ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സദ്ഗുരു ചെൽപ്പാനന്ദ സ്വാമികൾ. അത് ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. ഇങ്ങോട്ട് എന്തിനാ വരുന്നേ? അയ്യോ, പുള്ളി കൊച്ചാളല്ലെന്ന്. എനിക്ക് മനസ്സിലായില്ല. വരുന്നത് തന്നെ സാറിന്റെ ഭാഗ്യമാണ്. എന്റെ ഭാഗ്യം? എന്താ? വലിയ ദിവ്യനല്ലേ പുള്ളി? ആണോ? എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും അങ്ങനെ ദിവ്യം? ഞാൻ പറഞ്ഞു സമാധാനത്തോടെ ഞാൻ പറഞ്ഞു. ലോക പ്രശസ്തമായ പല കാര്യങ്ങളും പ്രവചിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ സദ്ഗുരു എന്ന് പറഞ്ഞ എന്റെ ഗുരുവാണ്. ആണോ? അങ്ങനെ ലോകപ്രശസ്തമായിട്ടുള്ള എന്തെങ്കിലും പ്രവചിച്ച എന്തെങ്കിലും ഉണ്ടോ? ഈ വേൾഡ് ട്രേഡ് സെന്റർ അല്ലേ അമേരിക്കയിലെ, അത് തകരുമെന്ന് പ്രവചിച്ച ആരാ? ബില്ലാദൻ. ബില്ലാദൻ പിന്നല്ലേ പ്രവചിച്ചത്? ഇത് ആദ്യം മനസ്സിൽ കണ്ടതും പ്രവചിച്ചതും സദ്ഗുരുവാണ്. അപ്പൊ ബില്ലാദിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സദ്ഗുരുവിന്റെ ബുദ്ധിയിൽ ഉദിച്ചു. പുള്ളി പ്രവചിച്ചു. ഇതൊക്കെ സത്യസന്ധമാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് പരസ്യമായിട്ട് വിളിച്ച് പറയരുത്. അമേരിക്ക കണ്ടോണ്ടിരിക്കുക. നേരെ ഒന്ന് ഗുരുവിനെ തട്ടിയിട്ട് അങ്ങ് പോകും. അതൊന്നും ചെയ്യരുത്. നമ്മളുടെ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അതെ, ഞാൻ പറഞ്ഞൊന്നും പറയണ്ട. പിന്നെ മാത്രമല്ല, ഇനി പറയാൻ പോണ കാര്യം പറഞ്ഞാൽ സുരേട്ട ഇതിലും ചെട്ടും. അല്ല, സദ്ഗുരു എന്തിനാ ഇങ്ങോട്ട് വരുന്നതിന്റെ ഉദ്ദേശം? അത് ചോദ്യം. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനം പറയാൻ വേണ്ടിയാണ്. ആരെ കുറിച്ച്? സാറിനെ കുറിച്ച്. എന്നെ കുറിച്ചോ? ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണ്? താങ്കൾക്ക് ദേശീയ അവാർഡ് കിട്ടുന്ന ആദ്യം പ്രവചിച്ചത് ആരാണ്? ദേശീയ അവാർഡ്? അത് പിന്നെ എനിക്ക് സദ്ഗുരു ആണോ? സദ്ഗുരുവാണ് ആദ്യമായിട്ട് സുരാജേട്ടന് ദേശീയ അവാർഡ് കിട്ടും എന്ന് മഹത്തായ പ്രവചനം നടത്തിയ സദ്ഗുരുവാണ്. അപ്പൊ ഇനിയിപ്പോ എന്റെ ഭാവിയെ കുറിച്ചും പറയും. ഭാവിയെ കുറിച്ച് അത്ഭുതമാകുന്ന മറ്റൊരു സത്യം പറയാൻ വരികയാണ്. എന്റെ ദൈവം, അപ്പൊ എന്തായാലും എനിക്ക് കണ്ടേ പറ്റൂ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ഇപ്പൊ എനിക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും ആളെ ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഇരുത്തിയാൽ മതി. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വന്നോളാം. അതെ, പിന്നെ നമുക്ക് അത് വരുമ്പോ ഈ ആഡംബരപൂർണമായ കാര്യങ്ങളൊന്നും ചെയ്ത് കൂട്ടണ്ട കേട്ടോ. അങ്ങനെ ആഡംബരം ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി ലളിതമായ ഇതാണ്. ലളിതമായിട്ടാണോ? പിന്നെ ഗുരു എന്ന് പറഞ്ഞ ലളിതമായിട്ടൊക്കെ ജീവിക്കുന്നത്? അയ്യോ, ചേനങ്കരയിലുള്ള ലളിതമായിട്ടുള്ള ജീവിതം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലളിതം ലൈറ്റ് ആയിട്ടുള്ള ജീവിതം, ആഡംബരം ഒന്നും ഇഷ്ടമില്ലാത്ത ജീവിതം. ഓക്കെ, ആഡംബരം ഒന്നും വലുതായിട്ടൊന്നും വേണ്ട.
നിങ്ങൾക്ക് ഒരു ആഗ്രഹം കാണുമല്ലോ, സിദ്ധനല്ലേ വരുന്നത്. അപ്പൊ ഒരു 100-500 ആനയോ 100-150 അമ്മൻകുടക്കാരോ ഒരു 3-4 ലക്ഷം വെടിക്കെട്ടോ ഒക്കെ നടത്താം. അത്ര ലളിതമാണ് അദ്ദേഹം, വളരെ നോർമൽ. അല്ല, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. എന്തായാലും ഗുരുവിനെ നിങ്ങൾ കൊണ്ടുവരൂ. എനിക്ക് അറിയാന്നുള്ള ഇനിയിപ്പോ എന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഒരു ഉത്കണ്ഠ, ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഞാനേ സ്വാമി വരുമ്പോ ഇങ്ങോട്ട് ഞാൻ അയക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ കാത്തിരിക്കാം കേട്ടോ. ശരി, ഷോ നടക്കട്ടെ, ഷോ നടക്കട്ടെ. ഓക്കെ ഓക്കെ. എന്തായാലും ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാം. നിങ്ങൾക്കും വേണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. അശ്വതി, ഈ അശ്വതി ഇതവിടെ പോയി കിടക്കുന്ന ഷോ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇതെവിടെയായിരുന്നു? അയ്യോ, എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ എന്റെ ശബ്ദത്തിൽ വേറൊരുത്തം വന്ന് വിളിച്ച് ഞാൻ അങ്ങനെ കയറി വന്നു. അത് അത്ര ഇങ്ങനെയൊക്കെ വെച്ചിട്ടാ പറയുന്നത്. അശ്വതി നിൽക്കുന്ന പോലെ എന്നെ പറഞ്ഞു. അപ്പൊ എനിക്ക് കറക്റ്റായി അശ്വതിയാണെന്ന് ഞാൻ കരുതിയിട്ട് ഓടി വന്നത്. ഇപ്പൊ ഒരു മഹത്തായ സംഭവം നടക്കാൻ പോവുകയാണ്. ഞാൻ തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി. ശരിക്കും എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് ആ കാര്യം പറഞ്ഞതാരാ? എന്റെ അമ്മ. എന്റെ അമ്മയും ജ്ഞാനിയാണോ? ജ്ഞാനിയോ? പ്രവചനം അങ്ങനെ ഉണ്ടോ? പ്രവചിച്ച് ടിവിയിൽ കണ്ടത് വിളിച്ചു പറയാൻ എന്താ പ്രവചിക്കുന്നത്? അതല്ല, എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ച ഒരു സ്വാമി, ഒരു തിരുവടികൾ മഠാധിപതി വരുന്നുണ്ട് ഇങ്ങോട്ടോ. അതുകൊണ്ട് ഓഡിയൻസിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാവിയെ കുറിച്ച് അറിയണമെങ്കിലും വർത്തമാനത്തെ കുറിച്ച് അറിയണമെങ്കിലും പിന്നെ ഭൂതത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭൂതത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ സ്വാമി മഠാധിപതി ഇപ്പൊ വരും. എന്തായാലും തൽക്കാലം നമുക്ക് ഒരു 2-3 ഗസ്റ്റുകളെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ആരൊക്കെയാണ് പറഞ്ഞു? ഇപ്പൊ നമ്മുടെ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ലൂക്ക ചുപ്പി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം, ജയസൂര്യ നായകനായെത്തുന്ന ചിത്രമാണ്. ആ ചിത്രത്തിൽ വളരെ മാത്രമല്ല കേട്ടോ, അവര് 4 പേരും നായകന്മാരാണ്. വളരെ ശ്രദ്ധേയമായ, വളരെ ശക്തമായ 2 വേഷങ്ങൾ ചെയ്ത മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ സൈജു കുറുപ്പ് ഒപ്പം ദിനേശ് പ്രഭാകർ. मरम्मत हो ना कोई वारंटी यार हमारी एंट्री यार दिल में बजी घंटी यार നമസ്കാരം. എന്തായാലും ലുക്ക ചുപ്പി തകർത്ത് പൊക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ. പറയൂ, എന്താണ് ഈ ലുക്ക ചുപ്പി എന്ന് പറയുന്നത്? ആ പേരുണ്ട്. ലുക്ക ചുപ്പി എന്ന് പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചുകളി, കണ്ണുപൊത്തിക്കളി എന്ന് അർത്ഥം വരുന്ന വാക്കാണ്. ഹിന്ദി വാക്കാണ് ശരിക്കും ലുക്ക ചുപ്പി. സൈജു, എന്തൊക്കെയുണ്ട്? ഒരു ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, അങ്ങോട്ട് ഉഷാറിലേക്ക് വരുന്നില്ല. അങ്ങോട്ട് വരുത്തങ്ങോട്ട് പറയൂ. പിന്നെ ലുക്ക ചുപ്പിയില് എന്തായിരുന്നു വേഷം? എനിക്കറിയാം, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലുക്ക ചുപ്പിയിൽ ആദ്യമായിട്ട് പള്ളിയിലച്ചന്റെ വേഷം ചെയ്തു. ഞാൻ ആക്ച്വലി കുറച്ചേ ഉള്ളൂ സിനിമയില്, പക്ഷേ ഒരു പ്രധാന ഘട്ടത്തിലാണ് ഞാൻ സിനിമയില്. അല്ല, അങ്ങനെയുള്ള ഘട്ടത്തിൽ മാത്രമേ സൈജു കുറുപ്പിനെ വെക്കാറുള്ളൂ. ദിനേശിന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. അത് ഉഗ്രനായിരുന്നു, അതിന് പ്രത്യേക അഭിനന്ദനം. ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ, നേരിട്ടും കൂടെ ഒന്ന് പറയാന്നായിരുന്നു. ഇനി ആരൊക്കെയാണ് ആ കഥാപാത്രങ്ങൾ? ജയസൂര്യ, വളരെ ഇപ്പൊ ഒത്തിരി പേര് പറഞ്ഞു ജയസൂര്യയുടെ തന്നെ ലൈഫിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണെന്ന്. ജയസൂര്യ, മുരളി ഗോപി ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മുടെ തിയേറ്ററിൽ മുഴുവൻ ആളുകളുടെ പ്രിയങ്കരനായിരുന്നു നമ്മുടെ ജോജു ജോർജ്, പിന്നെ സൈജു, പിന്നെ ഞങ്ങൾ 5 പേരാണ് ആണുങ്ങളായിട്ട്. പിന്നെ രമ്യ നമ്പീശൻ, പിന്നെ മുത്തുമണി, ചിന്നു കുരുവിള, പിന്നെ അഭിജ, അസ്മിത, ഇങ്ങനെ 5 പേര്. എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വേഷം അല്ല, ജസ്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷം, ഇമേജ് മാറ്റിമറിച്ച സിനിമയായിരുന്നു ലുക്ക ചുപ്പി.
പിന്നെ സുരാജേട്ടൻ ആദ്യം പറഞ്ഞു സുരാജേട്ടന്റെ നല്ല ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും. വരുന്നത് പറഞ്ഞപ്പോഴേ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അതാ, രണ്ടുപേരും എൻ്റെ നല്ല ഫ്രണ്ട്സ് ആവുകൊണ്ട് എനിക്ക് നല്ല കമ്പനി ആയിരിക്കും, എനിക്ക് ഇങ്ങനെ അളിയാന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ആ കാര്യങ്ങൾ അല്ല ചോദിക്കാനല്ല, എന്റെ അബദ്ധങ്ങൾ ഇങ്ങോട്ട് പറയുന്നു പേടിച്ച് ഞാൻ Block ചെയ്തിട്ടിരിക്കുകയാണ്. നിൽക്കുകയാണ്. ശരിക്കും ഒരുപാട് സ്ഥലത്ത് ലൊക്കേഷനിലൊക്കെ നമ്മൾ അഭിനയിക്കാം. പട്ടി ഓടിച്ചിട്ടുണ്ട്, പൂച്ച ഓടിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ സാധാരണ സംഭവിക്കാം. അതോ ഒരു പട്ടി വരുന്നു, നമ്മൾ ലൊക്കേഷനിലൊക്കെ ഓടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മയിൽ ഒരാളെ കൊത്തി ഓടിച്ചത്. അത് ഉഗ്രൻ കഥയാണ്. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ള ഒന്ന് പറഞ്ഞു. ഫോട്ടോ സഹിതാണ് വന്നത്. അതെ, കുറച്ചു നാളായി ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കൂടെ ഓർക്കാനൊരു അവസരം. ഈ മയിൽ എന്ന് പറയുന്നത് വളരെ നിരുപദ്രവകാരിയ ഒരു ജീവിയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു ധാരണ. മയില് ഉപദ്രവകാരിയാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് മറ്റേ ക്യാമറയിൽ സൂം ലെൻസ് ഒക്കെ ഇട്ടിട്ട് മയിലിന്റെ തൊട്ടടുത്ത് പോയിട്ട് ഇങ്ങനെ ഫോക്കസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒറ്റ കൊത്ത് അതിന്റെ ലെൻസും പോയി, കണ്ണിന്റെ ഇവിടെ ആയി. ക്യാമറ ഇട്ടു. പിന്നെ വിവിധ രൂപത്തിൽ ഇവൻ ചാടി ഓടുന്നതിന്റെ പല ഫോട്ടോസും വേറൊരു ഫോട്ടോഗ്രാഫർ പകർത്തി. ഇങ്ങനെ നിൽക്കുന്നു പല രൂപത്തിൽ. അത് ഫേസ്ബുക്കിൽ ഫോട്ടോ ആയിട്ട് ഫീച്ചറായിട്ട് തന്നെ വന്നു. ഓക്കെ, നമ്മുടെ ലുക്കാ ചുപ്പിയുടെ ഒരു രണ്ടുപേര് ലുക്കാച്ചുപ്പിയിലെ പാട്ടുകാരാണല്ലോ സാധാരണ പാടുന്നത്. ലുക്കാച്ചുപ്പിയിൽ മനോഹരമായ ഒരു ഗാനമുണ്ട്, ബിജിബാല് സംഗീതം നൽകി റഫീഖ് അഹമ്മദ് എഴുതിയ പാട്ട്. ഒരു വരി ഞാൻ അതിന്റെ പാടാം. ഈ മിഴികളിൽ കണ്ടുവോ പ്രണയമാകും നൊമ്പരം, ഈ വരികളിൽ കേട്ടുവോ വിരഹമാകും സ്പന്ദനം. നന്നായിട്ട് പാടി, ഞാൻ അവർക്കൊരു സപ്പോർട്ട് നന്നായിരുന്നില്ലേ? അപ്പൊ ഈ കൈയടി മതിയോ? അതാണ്. അപ്പൊ എന്തൊക്കെയാ പിന്നെ ഇതെല്ലാം ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആർട്ട് ഫിലിം മേക്കറായി. പിന്നെ എന്തെല്ലാം ജോലികളാ ചെയ്യുന്നത്? അതായത് അഭിനയിക്കാൻ സിനിമ ഇല്ലെങ്കിൽ ഞാൻ ആർട്ട് ഫിലിം ചെയ്യും. ആർട്ട് ഫിലിം ഇല്ലെങ്കിൽ ഞാൻ ഡബിങ്ങിന് പോകും. ഡബിങ് ഇല്ലെങ്കിൽ ഞാൻ കാസ്റ്റിംഗ് ചെയ്യാൻ പോകും. ഞാനിവിടെ തന്നെ ഉണ്ടാവും. എന്നെ അങ്ങനെ പുറത്താക്കാൻ നോക്കണ്ട. ഈ തൊഴിലിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായം. സിനിമ സംവിധാനം അങ്ങനെ ഉടനെ ഉണ്ടോ? സിനിമ സംവിധാനം ഉടനെ ഇല്ല. ഓക്കെ, എന്നാൽ ഇപ്പൊ ഞാനൊരു സംവിധാനം പറയാം. തൽക്കാലം നമ്മൾ അവിടെ ഇരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം നല്ല ഗായകനാണ്. തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്, പാടുന്നത് കേട്ടിട്ടുമുണ്ട്. പിന്നെ ഇദ്ദേഹം പല മേഖലകളിൽ പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആർട്ട് ഫിലിം മേക്കറാണ്, നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, പിന്നെ തിരക്കഥാകൃത്താണ്, സംവിധാനം ചെയ്യുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി നല്ല ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. കാരണം ഹിന്ദിയിലെ പല താരങ്ങളുടെയും ശബ്ദം ഇദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യും. ഇതെല്ലാം നമുക്ക് കേൾക്കാനുള്ള സമയമുണ്ട്. തൽക്കാലം അവിടെ ഇരിക്കുക. അടുത്ത് വേറൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതെന്താ സംഭവം? സുരാജ് ഭായി ഭാവിയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ധ്യാനദൃഷ്ടിയിലൂടെ എല്ലാം കാണുകയല്ലേ? ഓ, അത് ശരി. ചോദിച്ചേ, നിന്തിരുവടികളെ, ധ്യാനദൃഷ്ടിയിലൂടെ അങ്ങ് എന്താണ് ഇപ്പോ കാണുന്നത്? ഞാൻ ധ്യാനദൃഷ്ടി കാണുന്ന മേളിലേക്ക് എറിഞ്ഞ ഭസ്മം മൊത്തം എന്റെ കണ്ണിലായി. ഊതി താടാ. അയ്യോ, കണ്ണ് ഊതിയിട്ട് കണ്ണിന്റെ റെറ്റിന വരെ തെറ്റിച്ചു ഞാൻ മെനക്കെട്ടാണ്. നമസ്കാരം. ആരാ? ഞാനാ. നമസ്കാരം സ്വാമീൻ. സ്വാമീനല്ല, ഞാൻ വെജിറ്റേറിയൻ. എന്റെ നോയമ്പ് തെറ്റിക്കുന്നത് എനിക്ക് കൊതിയ മീൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ. അതല്ല, എനിക്ക് ആഗമനോദ്ദേശം പറഞ്ഞായിരുന്നു എന്നെ കുറിച്ച് എന്തോ ഭാവി കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങളത് പറഞ്ഞു. ഈ നിങ്ങൾക്ക് ഈ ദേശീയ അവാർഡ് കിട്ടും എന്ന് ആദ്യം പറഞ്ഞത് ആരാ നമുക്കറിയോ? അത് ജൂറിയല്ലേ? ഈ ജൂറി ഒക്കെ പറഞ്ഞേക്ക് മുമ്പ് അത് പ്രവചിച്ചത് ഞാനാ. അങ്ങനെ പ്രവചിച്ചതിന്റെ ശേഷമാണ് ഈ ജൂറിക്ക് നിങ്ങൾക്ക് അവാർഡ് തരാൻ തോന്നിയത്. അയ്യോ, അതെനിക്ക് അറിയില്ലായിരുന്നു. അറിയണമായിരുന്നു, നിങ്ങൾ അറിയണമായിരുന്നു. നിങ്ങൾ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ജഗദീഷ് ശ്രീകുമാറിനെ കാണാൻ പോയി. അതെ, പരിപാടി അനാഥ മന്ദിരങ്ങളിലൊക്കെ പോയി. അതെ, നിങ്ങൾ അവിടെയാണോ പോകേണ്ടത്? അല്ല, അതൊക്കെ നമ്മുടെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പോയി ഒന്ന് കാണുക. ഇവരാണോ അത് പ്രവചിച്ച് നിങ്ങൾക്ക് അവാർഡ് മേടിച്ചതെന്ന്? അവരല്ലോ.
അതെനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ അറിയണമായിരുന്നു. ഞാൻ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ആശ്രമത്തിൽ വരും എന്ന് കരുതി ഞാൻ ഒരുപാട് നേരം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സ്വാമിയുടെ അത് ഞാൻ എൻ്റെ തലക്കോടുള്ള അളിയനം പെങ്ങളെയും കടവ പൊട്ടിയ 2 അളിയനം പെങ്ങളും ഉണ്ടായിരുന്നു. കടവ പൊട്ടി? ഇവിടെ 2 പൊട്ടിട്ടേ വിറ്റാമിന്റെ കുറവാന്നാ ഡോക്ടർ പറഞ്ഞേ. ചുമക്കുമ്പോ വാരിയിൽ തെറിച്ചു പോണ 2 പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ട് ഒരു സെൽഫി സൂരാജിന്റെ കൂടെ എടുക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചിരുന്നാണ്. വീണ്ടും ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുവാണ് വംശം. എന്നിട്ട് സുരാജ് അവിടെ വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അല്ല, എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയില്ല. എന്തോ ഈ പറഞ്ഞ ഇത്രയും വലിയ സ്വാമിയായി എന്നെ കുറിച്ച് അറിയില്ലെന്നോ? ഞാനെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ. ഞാൻ കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് കുട്ടികൾ അങ്ങനെ ഒരുപാട് എന്റെ ഒരുപാട് ക്ലിപ്പുകൾ യൂട്യൂബിൽ മൊബൈലിൽ കിടപ്പുണ്ട്. ഞങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ആളാണോ? അങ്ങനെയുള്ള ആളല്ല. രോഗങ്ങൾ മാറ്റി കൊടുക്കുക, വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ക്ലിപ്പുകൾ അവിടെ കിടപ്പുണ്ടെന്നാ പറഞ്ഞേ. ഓ, എനിക്കിപ്പൊ പിടികിട്ടി. അപ്പൊ സ്വാമി എന്തോ ക്ലിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും താടയുടെ ക്ലിപ്പ് അങ്ങ് വിട്ടുപോയല്ലോ. വലിയ താല്പര്യമുള്ള ആളല്ലേ ക്ലിപ്പിനോട്? കുഴപ്പമില്ല, അങ്ങനെ താല്പര്യമല്ല. ഞാൻ നല്ല നല്ല ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണും. അതെ. അപ്പൊ താങ്കളാണ് എനിക്ക് തോന്നുന്നു വെഞ്ഞാറുമുട്ടിൽ ഒരു സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ വന്നിരുന്നു. അത് നിങ്ങളുടെ വേണ്ടി എടുത്താണ്. നമുക്ക് നോവിലെ ഞാൻ കണ്ടായിരുന്നു എടുക്കുക. ഞാൻ വിഷ് ചെയ്തില്ല. തന്നെ ഫലം പറയാൻ പറഞ്ഞില്ല, ബുദ്ധിമുട്ടാവല്ലോ. വിഷ് ചെയ്തില്ല. അതെ, അവിടെ ആദ്യ പ്രാവശ്യം വന്ന് പൂജ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അല്ല, രണ്ടാമത് ഞാനൊരു പൂജ ചെയ്തിട്ട് പോയായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞില്ലേ ഇത്? ഇല്ല, അത് പുള്ളിക്കാർ പറഞ്ഞില്ല. പക്ഷെ അവിടെയുള്ള നാട്ടുകാർ കംപ്ലീറ്റ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളവിടെ വന്നിരുന്നു, പൂജയൊക്കെ ചെയ്തു എന്നൊക്കെ. സുരാജ് ഭായി, ഞാൻ ആദ്യമേ വന്നപ്പോ പറഞ്ഞില്ലായിരുന്നോ സ്വാമി നിസ്സാരക്കാരനല്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? നിസ്സാരക്കാരനല്ല. ആണോ? സാധാരണക്കാരിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് വ്യത്യസ്തമാണ്. അതെന്താണ്? അവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ, ഞങ്ങൾക്ക് 6th സെൻസ്. ഇംഗ്ലീഷിൽ 6th സെൻസ് എന്ന് പറയും, മലയാളത്തിൽ 6ാം ഇന്ദ്രിയം എന്ന് പറയും. തെലുങ്കിലും കന്നഡയിലും എന്നാ പറയും? നിനക്ക് തെലുങ്ക് കന്നഡ അറിയാമോ? എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, ഈ 6ാം ഇന്ദ്രിയം എന്ന് പറയുന്നു. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 6ാം ഇന്ദ്രിയം ഉണ്ട്. എന്തെങ്കിലും ആപത്തുകൾ വരുന്ന, ഉദാഹരണം സുനാമി, വെള്ളപ്പൊക്കം, ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഈ മൃഗങ്ങൾ, പശുക്കളൊക്കെ കയറ് പൊട്ടിച്ചോണ്ട് ഓടും. ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ? പശുവൊക്കെ മരണം സംഭവിക്കുമ്പോൾ ഓരിയിടും. പശുവാണോ? പട്ടിയല്ല, പട്ടി ഓരിയിടും. പട്ടി ഓരിയിടും. അപ്പൊ അങ്ങനെ ഈ മൃഗങ്ങൾക്കും ഞങ്ങൾക്കും 6th സെൻസ്, 6ാം ഇന്ദ്രിയം ഞങ്ങൾക്ക് എല്ലാം സെയിം. ശരി. അപ്പൊ ഈ പട്ടിയുടെ ഇന്ദ്രിയമാണ് സ്വാമിക്കുള്ളത്. അല്ല, പട്ടിക്ക് അറിയാന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ സ്വാമി കോപിക്കുവന്ന് ഞാൻ ദൃഷ്ടിയുള്ള ആളല്ലേ? ആ കണ്ണിലോട്ട് കണ്ടോ? ചുമ കിടക്കുന്ന കണ്ടോ? അത് ചെങ്കണ്ണായിരിക്കും. കണ്ണിലെന്തോ അസുഖമായിരിക്കും. ചെങ്കണ്ണല്ല, പിന്നെ അതാണ് ധ്യാന ദൃഷ്ടി. ഒന്ന് ചോദിച്ചത് കണ്ണിന് എന്നാ പറ്റി? ചുവന്ന് കിടപ്പുണ്ട്. ഇന്നലെ 4 മണി വരെ ഫാഷൻ ചാനൽ കണ്ട് ഇപ്പൊ നല്ലത് വരും, ഇപ്പൊ നല്ലത് വരും എന്ന് നോക്കിയിരുന്നോണ്ടല്ലേ കണ്ണിന് പറ്റിയേ. നീ ആവശ്യമില്ല പറഞ്ഞിട്ട് എന്നെ നാണം കിട്ടും. എന്താ ഈ ഫാഷനെ കുറിച്ചല്ല ഈ പ്രവചനം നടത്തുന്ന ഒരു പാഷൻ ആണല്ലോ പുള്ളിക്ക്. ഓ, അങ്ങനെ. എന്നാലും എന്റെ കാര്യം എന്താ ഇനി പ്രവചിക്കാനുള്ളത്? അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം. ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റിനെ കണ്ടാൽ പറയും, ഹലോ പെട്ടെന്നൊരു സ്റ്റാർ പറഞ്ഞ്, പെട്ടെന്നൊരു കോമഡി പറഞ്ഞ്. ഇതങ്ങനെയൊന്നും പറഞ്ഞ സംഭവം അല്ലത്. ഇത് മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നതാണ്. അതെ, എന്തായാലും തോന്നിച്ചില്ലല്ലോ. അല്ല, ഞാൻ ഈ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ആ തോന്നലങ്ങ് മാറി. എന്നാൽ ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പൊ എനിക്ക് ക്യാമറ ഇത്ര ആൾക്കാരെ കണ്ടപ്പോ സിനിമയിൽ അഭിനയിച്ച കൊള്ളാന്നൊരു ചെറിയൊരു തോന്നലൊക്കെ. ഓ, അപ്പൊ അതായിരുന്നു ഉദ്ദേശം. ഞാനേ മറ്റേ നരേന്ദ്രപ്രസാദിനെ പോലെ ഞാൻ സൈഡ് വഴി കയറി വലിയ സിനിമ നടൻ ആയിക്കോളാം. അത് ശരി. അതിന് ഇനി സിനിമ നടനായിട്ട് എന്ത് ചെയ്യാനാ? അടുത്ത വർഷത്തെ ദേശീയ അവാർഡ് എന്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പുളിക്കുവോ? അത് ശരി, അതിനായിട്ടാണ്. ഓക്കെ, എന്തായാലും അതൊക്കെ സംഭവിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാം. പക്ഷെ എനിക്ക് ആ ഭാവിയിൽ എന്തോ ഒരു സംഭവം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഇനി അതിന്റെ രസച്ചരട് ഞാൻ പൊട്ടിക്കുന്നില്ല. ദേശീയ അവാർഡ് നേടിയ സുരാജിന് അടുത്ത വർഷം നേടുന്നു ഓസ്കർ അവാർഡ്. ഈ പ്രത്യേക അവസരത്തിൽ സുരാജേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ദേശീയ അവാർഡ് കിട്ടിയപ്പോഴിൽ അതിനേക്കാൾ പിന്നെ ഒരു വലിയ സന്തോഷമാണ് ഈ ഓസ്കാർ അവാർഡ് കിട്ടിയില്ലല്ലോ. ഇത് കിട്ടിയില്ലല്ലോ, അടുത്ത പ്രാവശ്യം എന്നല്ലേ പറഞ്ഞോളൂ. കിട്ടിയില്ലാത്തപ്പോ ഇത്രയും സന്തോഷം ഈ പുള്ളി പ്രശ്നക്കാരൻ. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ പുള്ളിയുടെ അഹങ്കാരം? അല്ല, ഞാനിത് അറിയാതെ ഇങ്ങനെ സന്തോഷിച്ചതാണ്. അങ്ങനെ സന്തോഷിക്കട്ടോ. എന്തായാലും പിന്നെ സ്വാമിയുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. എന്നിട്ട് വേണം ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ പെണ്ണുമ്പളെ നാക്ക് പറിച്ചുകൊണ്ടും പണയം വെക്കാൻ. അതല്ല, എന്തായാലും നല്ലത് മാത്രമേ വരുത്തുള്ളൂ. അപ്പൊ ആർക്ക് വേണോ ഭാവി ഭൂതം എന്തറിയണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. സ്വാമി തിരുവടികൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. എന്തോ നമസ്തേ. സ്വാമിയോട് വന്ന സ്ഥിതിക്ക് എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, തീർച്ചയായിട്ടും. ഇതിപ്പോ ഓഡിയൻസ് നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസമല്ല, നമ്മൾ ഒരുപോലെയാണ്. വരൂ.
എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കൂ. ശരി സ്വാമി, എന്നാ ഞാനങ്ങോട്ട് മാറിക്കോട്ടെ അവിടെ. അല്ല പിന്നെ ഓസ്കാർ കിട്ടുന്നതിന്റെ ഒരു കമ്മീഷന്റെ ഒരു തീർച്ചയായിട്ടും ഞാൻ ഇനി അങ്ങനെ സംഭവിക്കുമെങ്കിൽ ഉറപ്പായിട്ട് സ്വാമിയെ വന്ന് കാണാം. ഓക്കെ സന്തോഷം. ഓക്കെ സ്വാമി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോഴേ സ്വാമി, അപ്പൊ ഞാനും സുരാജ് ഭായിയൊക്കെ അവിടെ ഇരിക്കാം. നീ എന്തിനാ അങ്ങോട്ടാണ്? അവിടെ ഗസ്റ്റ് ഇരിക്കാനുള്ള സ്ഥലമാണ്, ഗോസ്റ്റ് ഇരിക്കാനുള്ള സ്ഥലമല്ല. നീ അങ്ങോട്ട് വന്നേ കമ്പർസേഷൻ. സ്വാമി അനുഗ്രഹിക്കണം. അനുകരിക്കാൻ ശ്രീനിവാസന്റെ യേശുദാസന്റെ കൂട്ടുള്ള ശബ്ദമാണോ ഒന്ന് കേൾപ്പിച്ചെന്ന്? അല്ല, അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാണ്. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാണോ? സ്വാമിയെ കണ്ടത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ്. ഞാൻ സ്വാമിയുടെ എല്ലാ വിശേഷങ്ങളും അവിടെ നിന്ന് കണ്ടറിയായിരുന്നു. അതല്ലേ, വലിയ സന്തോഷമായി. അതിൽ വളരെ സന്തോഷം. സ്വാമി, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ഞാൻ ഗൾഫിലായിരുന്നു, കഴിഞ്ഞ ആഴ്ച വന്നോളേ. അപ്പൊ എന്താ പ്രശ്നം അവന്? എന്നാലും നിനക്കൊരു സ്പ്രേയോ ഒരു അണ്ടിപ്പരിപ്പോ മുരിങ്ങാക്കോല എന്തെങ്കിലും കൊണ്ടുപോയി തരാൻ വളരുന്നില്ല. മുരിങ്ങാക്കോലല്ല, ഈന്തപ്പഴം. എന്റെ സ്വാമി സ്പ്രേയോ അണ്ടിപ്പരിപ്പ് എന്ത് വേണമെങ്കിലും തരാം. അതല്ല എന്റെ പ്രശ്നം. എന്താ പ്രശ്നം? ഞാൻ ഭയങ്കര വേദനയോടെ ഗൾഫിൽ നിന്ന് പോന്നേക്കണത്. ആനാ ഒട്ടകം കാലം കയറി ചവിട്ടിയായിരുന്നു. ഒട്ടകം ചവിട്ടിയതല്ല, എന്റെ ഭാര്യയിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ഞാനുമായിട്ടോ? സ്വാമിയായിട്ടല്ല, എന്റെ ഭാര്യക്ക് വേറൊരാളായിട്ട് അടുപ്പത്തിലല്ലേ എന്നൊരു സംശയം. നിനക്ക് സംശയമല്ലേ ഉള്ളൂ നിന്റെ ഭാര്യനെ കുറിച്ച്? എന്റെ ഭാര്യനെ പോലെ യൂട്യൂബിലൊന്നും വന്നില്ലല്ലോ. എന്റെ പ്രശ്നത്തിൽ കിടക്കാം. ഞാൻ ഒരു സ്ഥലം മേടിക്കാൻ വിചാരിക്കുന്നുണ്ട്. അതായത് എന്റെ ടൗണിൽ തന്നെ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാൻ. അതിലുള്ള പ്രശ്നമുണ്ടോ സ്വാമി? നിന്റെ കയ്യിൽ കാശുണ്ടോ? കാശൊക്കെ ഉണ്ട്, എന്നാ പ്രശ്നമൊന്നുമില്ല. ആട്ടെ, ഈ സ്ഥലം എവിടെ നിന്ന് മേടിക്കണേ? അതായത് നമ്മുടെ KMK ജംഗ്ഷന്റെ പടിഞ്ഞാറ് വശത്ത് ഒരു 10 സെന്റ് സ്ഥലം, നല്ല അലുവ കഷ്ണം. എങ്ങനെ ഉണ്ടാവും? തടസ്സം വല്ലതും ഉണ്ടോ? അലുവ കഷ്ണമാണ്, ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവും. അല്ല, എന്നാലും അത് മേടിക്കാൻ തടസ്സം ഉണ്ടാവും. തടസ്സം ഉണ്ടോ? എന്താ തടസ്സം? എന്താ തടസ്സം എന്നോ? ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ട് അങ്ങനെ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ തടസ്സം ഉണ്ടാക്കൂലടാ. ഉണ്ടാക്കൂല ഞാൻ. ഇതാണ് കുഴപ്പം. ഞാൻ എന്തൊരു നല്ല കാര്യം തുടങ്ങാൻ പോകുന്നു അവിടെയൊക്കെ പ്രശ്നം. എന്താ പ്രശ്നം? അവിടെയൊക്കെ പ്രശ്നം. ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് സ്വാമി ഒരു കവടി നിരത്തി ഒരു പരിഹാരം കണ്ടെത്തണം. വാഴത്തിന് വാഴം, വെള്ളിക്ക് വെള്ളി, ശനിക്ക് ശരി. നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാമോ? ബൈക്ക് ഓടിക്കാറില്ല. അപ്പൊ കാര്യം നടക്കില്ല. എന്താ നടക്കില്ലത്? ബൈക്ക് ഓടിക്കൽ ഈ കബഡി തരത്തിലോട്ട് നിലനിർത്താം. എന്റെ കബഡി വീട്ടിലിരിക്കുവാണല്ലോ. നീ ഇവിടുന്ന് ബൈക്ക് എടുത്തോണ്ട് അവിടെ പോയിട്ട് ആ കബഡി എടുത്തോണ്ട് ഇവിടെ വന്നാലേ എനിക്ക് കബഡി നിരത്താൻ പറ്റുള്ളൂ. തടസ്സല്ലേ? ഇല്ല സ്വാമി, മൊത്തത്തിൽ ഈ പ്രശ്നം കാരണം തുറന്നു പറയാല്ല. എന്റെ സ്വന്തം വീട്ടിലേക്ക് കാല് കുത്താൻ പോലും തോന്നല്ല. അത് നിനക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാർക്കും സ്വന്തം വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല, തോന്നില്ല. അതല്ലെന്ന്, എന്റെ പ്രശ്നം അതല്ല. വീട്ടിൽ കാല് കുത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചാടി പുറത്താക്കാൻ തോന്നും. ആണല്ലേ? അപ്പൊ എന്റെ റൂട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ വാസ്തു പുരുഷന്റെ കിടപ്പ് ശരിയല്ല. ആരുടെ കിടപ്പ്? വാസ്തു പുരുഷന്റെ കിടപ്പ് എന്നുവെച്ചാ? എടാ സംശയരോഗി വേറെ ആമ്പിള്ളേർ ഇവിടെ ഒന്ന് കിടക്കുമെന്നല്ല പറഞ്ഞേ. ഈ സ്ഥലത്തിനകത്തൊരു വാസ്തു പുരുഷന്റെ, ആ പുരുഷന്റെ കിടപ്പ് ശരിയല്ലെങ്കിൽ ആ വീട്ടിൽ കിടക്കാനേ തോന്നില്ല. അതല്ലേ? എന്തായിരിക്കും ആ ശാപത്തിന് കാരണം? അതിന്റെ ശാപത്തിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിക്ക് വെള്ളി, ഞാനിക്ക് ഞായർക്ക് 6, 7, 8, 9, 10. നിന്റെ വീടിന്റെ ഏതെങ്കിലും സൈഡില് തെങ്ങ് നിപ്പുണ്ടോ? തെങ്ങോ മറ്റതുപോലെ മരങ്ങളോ, അടയ്ക്കാമരം, അങ്ങനെ എന്തെങ്കിലും? പടിഞ്ഞാറ് വശത്ത് മൂല കണ്ട് ഒരു തെങ്ങ് നിപ്പുണ്ട്. ഒരു തെങ്ങ് ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ സംഭവം, നീ എന്റെ സംഭവം എന്നാ പറയാമോ? ആ തെങ്ങ് ഈ വീട്ടിലേക്ക് മറിഞ്ഞു താടാനുള്ള സാധ്യതയുണ്ട്. അല്ല, ആ തെങ്ങിന് മണ്ടയില്ല. മണ്ടയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അതിനകത്ത് ഈ പൊന്മാനും ഇതൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങോട്ട് മറിഞ്ഞു പാടാൻ സാധ്യതയുണ്ട്. തെങ്ങാർ വെട്ടിക്കളഞ്ഞേക്കാം. തെങ്ങ് വെട്ടിക്കളയരുത്. പിന്നെ തെങ്ങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പക്ഷികളുടെ കോപം ഉണ്ടാവും. പിന്നെ ഉണ്ടാവും. ഞാനിപ്പോ ആ മേൽക്കൂര അങ്ങ് എടുത്തു കളഞ്ഞു. എന്തിനാ മേൽക്കൂര എടുത്തുള്ളത്? പക്ഷി കോപം ഉണ്ടാവൂലേ? തെങ്ങ് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി, വീണ അപകടമില്ലാതിരിക്കാൻ വേണ്ടി മേൽക്കൂര എടുത്ത് എന്റെ പൊന്നെ, എത്ര നാളായെന്നാ ഞങ്ങൾ അനുഭവിക്കണത്. അതെ, ഇപ്പോഴല്ലേ ഈ വഴി കിട്ടിയത്. ഇപ്പൊ തന്നെ ആ വീട് ഞാൻ പൊളിച്ചോളാം. വീട് പൊളിച്ചോളാം. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വീടിന്റെ മേൽക്കൂര പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, വീടിന്റെ മേൽക്കൂര നീ അങ്ങ് പൊളിച്ചോളാം. അങ്ങനെയാണെങ്കിൽ പിണങ്ങി പോയ ഭാര്യ തിരിച്ചു വരും. ഭാര്യ തിരിച്ചു വരും. ഈ കൊച്ചിന്റെ മുഖച്ചായ മാറി കിട്ടും. അത് മാറില്ല. ഇവിടെ പച്ച കുത്തിയ സംഭവം വീട് പൊളിച്ചു കളഞ്ഞാൽ മാറുന്ന സംഭവമാണോ? അല്ലേ? ഇപ്പൊ തന്നെ വീട് നിന്ന് പറിച്ചാൻ പറ്റും. അല്ലേ? ഹലോ ഹലോ ശശി, എടാ ഞാൻ വരാൻ അങ്ങോട്ട് കാര്യം പറയാനുണ്ട്. അയ്യോ, ഒരു കർപ്പൂരം മേടിക്കാൻ പോയിട്ട് എത്ര നേരായി ഇത്ര താമസം വേണം ഒരു കർപ്പൂരം മേടിച്ചോണ്ട് പോകാൻ? അതെ സ്വാമി, ഇവിടെ നിന്ന് പറയുന്ന കണക്കല്ല. ഞാൻ സൈക്കിളിനകത്ത് മല കയറി ഈ കർപ്പൂരം വാങ്ങിച്ചോണ്ട് വന്നത്. സൈക്കിളിലാണോ പോയത് കർപ്പൂരം മേടിക്കാൻ? പിന്നെ അല്ലാതെ 3 രൂപയുടെ കർപ്പൂരം കൊണ്ടുവരാൻ ഇനി കണ്ടെയ്നർ വിളിക്കാൻ പറ്റുമോ? അതെ സ്വാമി, ഇവിടെ നന്ദനത്തിലെ കുമ്പിടി പോലെ നിന്നാ മതിയോ? നമ്മള് സുരാജേട്ടനും എങ്ങനെയെങ്കിലും പാട്ടിലാക്കിയിട്ടുണ്ട്. അതേപോലെ സൈജു ചേട്ടനും ഇതിന്റെ ദിനേശ് ചേട്ടനൊക്കെ ഇരിക്കുന്ന നാട്ടിൽ അവരെ ചാക്കിലാക്കണ്ടേ? ചാക്കിലാക്കാൻ അവരുടെ ചിരട്ടയാണ്. അതല്ല, അവരെങ്ങനെയെങ്കിലും ഒന്ന് വശീകരിക്കണ്ടേന്ന്. ഇതൊക്കെ കണ്ട് ഞാൻ ആവാഹിച്ച് ദൃശ്യത്തിലെ സംഭവം കാണുന്നവർ ഞാൻ കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. അയ്യോ സന്തോഷം. പ്രചോദനമണി എന്ന് പറഞ്ഞ അത്ഭുത സിദ്ധിയുള്ള ഒരു മണി ഞാൻ കൈ കരുതിയിട്ടുണ്ട്. കണ്ട പ്രചോദനമണി കണ്ട, ഇതങ്ങ് കെട്ടിക്കഴിഞ്ഞാണല്ലോ പ്രചോദനാവും തന്നെ. പിന്നല്ലേ? അതെ, എന്താ പ്രചോദനമണി. ഈ മണി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര അങ്ങനെ വഷളനായിട്ട് മടി പിടിച്ചിരിക്കുന്ന ആളാണ് കെട്ടി അപ്പൊ തന്നെ കറണ്ട് അടിച്ചാൽ ചാടി അടിച്ച് പണിക്കൂ.
ഫുൾ ആക്റ്റീവ് ആവും. ഫുൾ ആക്റ്റീവ് ആവും. അപ്പൊ എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടും. അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് തന്നൂടായിരുന്നോ? അത് തരാം. ഓസ്കർ അവാർഡ് ഞാൻ മേടിച്ചു കൊടുക്കാൻ വെച്ചേക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. എന്റെ സ്വാമി, ഇങ്ങനൊരു കഴിവ് ഈ മണിക്കുണ്ടായിരുന്നു പറഞ്ഞ എനിക്ക് തന്നൂടെ? ഞാൻ തന്നായിരുന്നെങ്കിൽ ഇതല്ല പലഹാരം പറഞ്ഞ് നീ എടുത്ത് തിന്നൂലേ? അതേ ഞാൻ പറയട്ടെ. അതിനല്ലെന്ന് ഒരു പ്രയോജനം ഉണ്ടാവാൻ. ജോലിക്ക് പോവാൻ. നിനക്ക് ജോലിക്ക് പോകാനോ? ജോലിക്ക് പോകാൻ പ്രയോജനം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. എടാ മിടുക്ക, നിനക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നിയില്ലോ. അതിനെ ഞാൻ തന്നെ നിനക്ക് എടുത്തരും. ഇന്ന് എന്റെ കഴുത്തെ കെട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ പെണ്ണിന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ അമ്മായിയപ്പൻ. 10-90 വയസ്സുള്ള ഒരു എല്ലും കോലും വിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. കണ്ടിട്ടില്ലേ? എല്ലൊക്കെ ഇങ്ങനെ തെളിതല്ലേ? അങ്ങനെ എന്റെ വീട്ടിലെ കട്ടിലാ കിടക്കണം. എന്റെ വീട്ടിലാ. പുള്ളി നേരം കൊടുത്ത ഒടുക്കത്തെ ചുമയും ക്ഷയരോഗിയാന്നേ. ഈ പ്രചോദനമണി കെട്ടി അങ്ങേർക്ക് ജോലിക്ക് പോകാൻ ഒരു പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും പാറ പൊട്ടിക്കാനോ അരിച്ചാക്ക് നോക്കാനോ പോയി വൈകിട്ട് 500 കൊണ്ടുവന്നാൽ എനിക്കൊരു ചെറിയ ഇതാവത്തില്ലേ? നിനക്ക് ജോലിക്ക് പോകാൻ പാടില്ല പാവത്തിനെ വിടാതെ. സ്വാമിയെ പോലല്ലേ ഞാൻ? എനിക്ക് ആരോഗ്യമുണ്ടോ? എനിക്ക് സ്വാമിക്ക് ആരോഗ്യമുണ്ട്. എനിക്കറിയാം സ്വാമിക്ക് ആരോഗ്യമുണ്ടെന്ന്. സ്വാമി വെളുപ്പിന് 5 മണിക്ക് എക്സസൈസ് ചെയ്യുന്ന ഞാൻ സ്ഥിരമായിട്ട് കാണുന്നല്ലേ? ഞാൻ ജനിച്ചപ്പിന് എക്സർസൈസ് ചെയ്തിട്ടില്ല. അയ്യോ ദൈവമേ, സ്വാമിയായിട്ട് നിന്ന് കള്ളത്തരം പറയല്ലേ. ഞാൻ രാവിലെ ആശ്രമത്തിൽ ചെല്ലുമ്പോഴത്തെ പുള്ളി ഈ കരാട്ടക്കാർ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ, അതെടുത്ത് ഇങ്ങനെ വീശി ഇങ്ങനെ കാണിച്ച് എക്സസൈസ് ചെയ്യുന്ന ശരീരം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എടാ എന്നാ ഇത് സംഭവം? മെനഞ്ഞാന്ന് ഞാൻ വന്നപ്പോൾ കണ്ടാണല്ലോ. മെനഞ്ഞാന്ന് നീ വന്നപ്പോ ഞാനിങ്ങനെ ഇത് കാണിക്കണേ, ഇങ്ങനെ നെഞ്ചക്കിട്ട് കറക്കിയിട്ട് അതിന്റെ സൗണ്ടും ഞാൻ കേട്ടല്ലേ. എടാ അത് ഇങ്ങനെ കാണിച്ച് നെഞ്ചക്ക് ഇറങ്ങിയതല്ല, പിന്നെ ഞാൻ കക്ഷത്തിൽ ബോഡി സ്പ്രേ അടിച്ചല്ലേ ഇങ്ങനെ. ഞാൻ ഒരു കാര്യം ചെയ്യും. ആ പ്രചോദനമണി ഇങ്ങനെ പെണ്ണുമ്പിള്ള വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഞാൻ അമ്മായിച്ചെന്ന് കെട്ടിയിട്ട് വരാം. ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇപ്പൊ വരാന്നേ. അവിടല്ലേ? ഇതുപോലത്തെ മരുമക്കളുണ്ടെങ്കിൽ കാരണന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇമാരൊക്കെ പിടിച്ചതല്ല. സ്വാമി നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ മാമ്പഴത്തിൽ നിന്ന് വരുക. മാമ്പഴത്തേന്ന് വരാൻ നീ എന്നടാ പുഴുവോ? അയ്യോ അതല്ല, മാമ്പഴം വാരിക അതിന്റെ പത്രാതി വരാൻ. ഓ ദൊയ്വാരിക. അതെ അതെ അതെ. അപ്പൊ ഞാൻ സ്വാമി അന്വേഷിച്ച് ആശ്രമത്തിൽ പോയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് സുരാജ് സാറിനെ കാണാനായിട്ട് എറണാകുളത്തുണ്ടെന്ന്. അപ്പോൾ ഈ മന്ത്രവാദികളും പ്രേതങ്ങളും യക്ഷികളും അതിനെക്കുറിച്ച് ഇപ്പൊ പുതിയൊരു നമ്മൾ പങ്ക്തി തുടങ്ങുകയാണ്. വിശ്വാസം അതല്ലേ എല്ലാം. അതിനകത്ത് അപ്പൊ സ്വാമിയെ കുറിച്ച് ഒരു ഫ്യൂച്ചർ തയ്യാറാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ മാമി എന്നോട് സഹകരിക്കണം. അയ്യോ അല്ല, സ്വാമി എന്നോട് സഹകരിക്കണം. ഞാൻ സഹകരിക്കും. അപ്പൊ പിന്നെ എന്റെ ഈ പടം കൊടുക്കുമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ പടം ഒന്നും കൊടുക്കരുത്. നല്ല കളർ ഫോട്ടോ ആയിരിക്കണം. ബാക്കിൽ ഒരു ബൾബൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ പടം ഉണ്ടല്ലോ, അങ്ങനെയുള്ള പടം കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇവരെയൊക്കെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഫോട്ടോഷോപ്പിലാക്കി നല്ല കിടിലമാക്കി നമ്മൾ ഇറക്കും എന്തായാലും. അപ്പൊ ഉള്ളത് പോലെ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ഇല്ലാത്തതും കൂടിയിട്ടൊക്കെ ഞാൻ പൊലിപ്പിച്ചങ്ങ് എഴുതി വെച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ടോപ്പിലെത്തി. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യക്ഷികളൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണല്ലോ മന്ത്രവാദി എന്നുള്ള നിലയ്ക്ക്. അപ്പൊ ഈ യക്ഷികളെയൊക്കെ ബന്ദികളാക്കിയിട്ടില്ലേ? ഒരിക്കലും ഞാൻ യക്ഷികളെ ബന്ധുക്കളാക്കിയിട്ടില്ല. അയ്യോ ബന്ധുക്കളല്ല, ബന്ദികൾ. അതായത് ആ യക്ഷികളെ ആവാഹിച്ച് തറച്ചിട്ടും ഒക്കെ ഉണ്ടല്ലോ. അതാന്ന് പറ. എന്റെ മുത്തശ്ശി കുഞ്ഞുനാളിൽ എന്നോട് പറഞ്ഞു തരുമായിരുന്നു, ഈ യക്ഷികള് കുന്തിരിക്കത്തിന്റെ പുകയടിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകുന്നു. അതാ സത്യമാണ്, വാസ്തവം ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞ ഈ യക്ഷികൾക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും പാരമ്പര്യമായിട്ട് യക്ഷിയും പ്രേതങ്ങളും ഒക്കെ ആസ്മാരോഗികളാണ്. ആസ്മാരോഗി യക്ഷികൾ എന്തോ പറഞ്ഞു, ചുമ്മാ വെറുതെ അങ്ങ് പറഞ്ഞു. സത്യം നീ കണ്ടിട്ടില്ലേ? യക്ഷികളെ കാണുമ്പോ കണ്ടിട്ടില്ലേ? അത് ആത്മാരോ കംപ്ലൈന്റാ. ആസ്മാരോഗികളാ. അപ്പൊ ഈ കുന്തിരിക്കം വാട്ടിക്കൊണ്ട് അവരുടെ മുമ്പിലേക്ക് പുക മൂക്കിനകത്ത് കയറിട്ട് വീണ്ടും അവർക്ക് ആസ്മ വരൂലേ? പിന്നെ വരത്തില്ലേ? ഇവര് പോണത്. പിന്നെ എനിക്കൊരു സംശയം എന്നാന്ന് വെച്ചാല്, ഞാൻ കണ്ട നാള് തൊട്ട് യക്ഷികളെല്ലാം വെള്ള സാരി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എവിടെ എനിക്ക് തോന്നുന്നു ഈ പെണ്ണുമ്മാരൊന്നും കുളിക്കത്തുമില്ല, തുണി അലക്കത്തില്ല. അവിടെ എനിക്ക് തെറ്റ് പറ്റിയത്, യക്ഷികൾ ദിവസം 2 നേരം കുളിക്കും. 2 നേരം? ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല യക്ഷി കുളിക്കൊന്നും. നമ്മളെ പോലെ കുളത്തിലും തോട്ടിലൊന്നും പോയല്ല കുളിക്കണേ. ഈ പതയൊക്കെ ഉള്ള വെള്ളച്ചാട്ടം ഇല്ലേ, അവിടെ നിന്നാണ് യക്ഷികൾ കുളിക്കുന്നത്. അവിടെ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത കാരണം അതിങ്ങനെ വെള്ളച്ചാട്ടം ഓർത്ത് കുളിക്കുക. അങ്ങനെ അല്ല ഈ സാരിയൊക്കെ എങ്ങനെ ഉണക്കും? സാരി അതാണ് ഈ യക്ഷികളെ കാണുമ്പോ തന്നെ അവരിങ്ങനെ കണ്ടിട്ടുണ്ട്. പുതുമഴയാ. അപ്പോ ഇത് കാണിക്കണേ അറിയാമോ? ഈ സാരി ഉണക്കണ അതാ അതിന്റെ ഗുട്ടൻസ്. സ്വാമി പറഞ്ഞതുപോലെ എല്ലാം കൃത്യമാക്കിയിട്ടുണ്ട്. ചെന്ന് വീടിന്റെ മേൽക്കൂര പൊളിച്ചു, എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാം ഭംഗിയാക്കി. ഇനി സ്വാമി എന്റെ വീട് വരെ വരണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ ശരി. എന്താ പ്രശ്നം? എന്താ കാര്യം? അല്ല സ്വാമി പറഞ്ഞു എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, വീടിന്റെ മേൽക്കൂര പൊളിച്ചു വേണമെന്ന് പറഞ്ഞു. ഓഹോ. ഞാൻ എന്ത് ചെയ്ത് നേരെ എന്നിട്ട് JCB വിളിച്ച് വീടിന്റെ അടിത്തറ വരാണ്ട് പൊളിച്ചു. മൊത്തം പൊളിച്ചു, എല്ലാം പൊളിച്ചു. എടാ മണ്ടക്കോണാപ്പാ, ഈ നിൽക്കുന്ന ആരാ നിനക്ക് അറിയാവോ? പിന്നെ എടാ സുന്ദരികളായ പെൺകുട്ടികളുള്ള വീട്ടിൽ ചെന്നിട്ട് അവരെ ഭർത്താവുമായിട്ട് തല്ലിപ്പിരിപ്പിച്ച് അവിടെ ദോഷമുണ്ടെന്ന് പറയും. എന്നിട്ട് അവരുടെ വീടും പൊളിപ്പിക്കും. അങ്ങനെ അവരുടെ പണം തട്ടിയെടുക്കുന്ന കള്ളരാവൻ. ഇത് ചെൽപ്പാനത്തെ തിരിവടികളല്ലേ? ചെൽപ്പാനന്തൻ. അവന്റെ പേരെന്താ പറയാ? ചെല്ലപ്പൻ. ആ പറങ്ങാണ്ടി തറ ചെല്ലപ്പൻ. ഇവൻ ആ വീട് പോയി വല്ല കാര്യങ്ങൾ പോകും. എടാ മാങ്ങാണ്ടി. അപ്പൊ നീ മാങ്ങാണ്ടി അല്ലേ? മാങ്ങാണ്ടി ഒന്നും അല്ല. എടാ നിന്നെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന മത്തി പോലീസ് ഓഫീസറാടാ ഞാൻ. നീ നോക്കിയാ, നീ സംശയം ഉണ്ടാക്കി നോക്കടാ. നീ
നോക്കടാ. കുറഞ്ഞ ചെലവിൽ വീട് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു. ചെല്ലപ്പ അയ്യോ സോറി മാറിപ്പോയോ. അയ്യോ അതിന്റെ ഇത് നോക്കിയേ. ശരിയാ. ആ കേരള പോലീസിലെ സമർത്ഥനായ ഓഫീസർ വൺ ആൻഡ് ഓൺലി മിസ്റ്റർ വിസിൽ സുരേഷ്. ഈ വിസിൽ സുരേഷിന്റെ അടുക്കലാണോ നിന്റെ കളി? നിന്റെ സകല പണി ഞാൻ പൂട്ടിക്കും മോനെ. ഈ പുള്ളി പറഞ്ഞിട്ട് എന്റെ വീടിന്റെ മൊത്തം ഞാൻ പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീടൊക്കെ പോയി. ഇപ്പൊ ആ വസ്തുവിനകത്ത് ഇപ്പൊ എന്തോ ഉണ്ട്? ആ വസ്തുവിനകത്ത് ആകെ ഉള്ളത് മണ്ട പോയി ഒരു തെങ്ങ് വെക്കുന്നുണ്ട്. ആ ഒരു കാര്യം ചെയ്യ്, ആ മണ്ട പോയ തേങ്ങ ഒരു ഊഞ്ഞാലിടണം. എന്നിട്ട് ഭാര്യയും ഭർത്താവും അവിടെ കയറി ഇരുന്ന ആട്. നീ ബിസിനസ് സുരേഷിന്റെ നിന്റെ കളി. നിന്നെ കുറെ നാളാടി എന്താ നീ വെള്ളം എടുക്കാണ്ട നിന്റെ ആരാ വിളിയാവനെ? അല്ല സാറേ എന്നെ അങ്ങനെ കൊണ്ടുപോകരുത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് തന്നെ ഭയങ്കര മ്യൂസിക്കിന്റെ ബിൽഡപ്പിലും ഭയങ്കര ഭക്തി നിർഭരമായ ഗാനത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ തിരിച്ചു പോകുമ്പോ ഈ പട്ടിപിടുത്തക്കാർ വന്ന് കഷത്തിൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പട്ടീനെ കൊന്നിച്ച് വലിച്ചു കൊണ്ടുപോകണാരി എന്നെ കൊണ്ടുപോകരുത്. തിരിച്ചു പോകുമ്പോഴേ എനിക്കൊരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ മ്യൂസിക് ബിൽഡപ്പിൽ അങ്ങ് പോവുകയാണെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എങ്ങനെ കൊണ്ടുപോയാലും അവർ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ അങ്ങനെ ആ സ്ഥാനം തന്നെ നമ്മളെ എടുക്കും. അതാ നിന്റെയൊക്കെ വളം. എത്ര കിട്ടിയാലും കേരളത്തിലെ ജനങ്ങൾ പഠിക്കത്തില്ല. അപ്പൊ അംഗപരിപാലകർ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതെന്നാ വിസിലിന് ആസ്മയാണോ? ഒച്ച കേൾക്കുന്നില്ല. ഈ സർക്കാരിന്റെ വിസിലല്ലേ ഇത്രയൊക്കെ ഊത്ത കേക്കത്തുള്ളൂ. 2 പെണ്ണും 2 ആണോ ഇല്ലായിരുന്നു നേരത്തെ? ഇപ്പൊ 2 പെണ്ണും 2 ആണ്. നീ എന്റെ ചൂട് കളയാൻ പാട്ടിടാന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ പാട്ടിടുന്നത്? പാട്ട് വേണം. പാട്ടിട്. എന്നാ പാട്ടിട്. മൊബൈലിൽ പാട്ടുണ്ട്. പെട്ടെന്നിട്ട്. അപ്പൊ പുള്ളി എന്തോ പറഞ്ഞ് ഓസ്കാർ അവാർഡ് കിട്ടുമെന്നല്ലേ? അതെ. അതൊക്കെ അപ്പൊ സന്തോഷമായി. സന്തോഷം അങ്ങ് ഇരിക്കുവോ? അപ്പൊ എന്താ സന്തോഷിച്ചോ? ഒരു പുല്ലും കിട്ടാൻ പോകുന്നില്ല. അവൻ കള്ളനാണവൻ. അവൻ ഓസ്കാർ അവാർഡ് കിട്ടുമെന്നോ അങ്ങനെ വേറെ പലത് കിട്ടുമെന്നോ അവൻ പറഞ്ഞ് കാശ് കെട്ടിയെടുക്കുന്നവൻ അവൻ. വേറെ കാര്യമുണ്ട്, നിങ്ങളെ പോലത്തെ സിനിമാക്കാർ കുറച്ച് പേരാണ് ഈ സാമന്മാരെ വളർത്തുന്നത്. നിങ്ങൾക്ക് ജാതകം നോക്കണം, നാളെ നോക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾ സിനിമ എടുക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നല്ല തിരക്കഥ ഉണ്ടാക്കണം, നല്ല കഥ, നല്ല സിനിമ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ 2 കൈ നിന്നിട്ട് സ്വീകരിക്കും. ഞാനൊക്കെ പെൺപിള്ളേരൊക്കെ സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. അത് മാത്രം മതി, ജാതകം നോക്കണ്ട. അപ്പൊ ഇതുപോലുള്ള കള്ളസ്വാമിയുടെ കയ്യിൽ ഇനി അകപ്പെട്ടത് ദൈവത്തെ വിചാരിച്ചു. എന്തായാലും അവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആരും പറയാം എൻ്റെ ഇങ്ങനെ തന്നാ മതി. എന്നാ ശരി, എന്നാ കേട്ടോട്ടെ. ഡ്യൂട്ടിയില്ല. ഓക്കെ എന്നാ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മുടിയുള്ള നായികെ. സുഖം സുഖം സുഖം. 3 സുഖം വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ്? വെറുതെ പറഞ്ഞ എന്തിനാ പണി വാങ്ങിച്ചു വെക്കണത്? ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് എന്നല്ല, ലൂണാസ് കോമഡി കോഴിക്കട. നമുക്ക് വേണ്ട ഇവിടെ നിങ്ങളെ ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ? ഈ മുടി ഒന്ന് അഴിച്ചിട്ടിട്ട് കാണണം പ്ലീസ്. പോകുമ്പോഴും ഇങ്ങനെയാണോ? അയ്യോ സുരേട്ടാ, അങ്ങനെ പറയല്ലേ സുരേട്ടാ. ഇല്ലെങ്കിൽ ഞാനിത് വലിച്ചഴിക്കും. ദൈവ സത്യം, ഇത് ബുക്ക് തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അങ്ങനെ ഇവരുടെ സിനിമയിലൂടെയുള്ള കലാപ്രകടനം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ടുള്ള കലാപ്രകടനം ഒന്നും കണ്ടിട്ടില്ലല്ലോ. കാണാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. നല്ല പ്രോത്സാഹനം ഉണ്ടായിരിക്കണം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ലുക്കാച്ചുപ്പി മാത്രമല്ല, താങ്കളെ ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന എനിക്ക് തോന്നുന്നു പുറത്തു വന്നിട്ട് അത് താങ്കളുടെ പടത്തിലാണ്, പാലക്കാട്. സ്കെച്ച് എന്ന സിനിമയാണ്. നമ്മുടെ മായാവി എന്ന സിനിമയ്ക്ക് മുമ്പ് സ്കെച്ച് സിനിമയായിരുന്നു. അതിനുശേഷമാണ് പിന്നെ മലയാള സിനിമയിൽ വന്ന് ഇങ്ങനെ ഇതുവരെയൊക്കെ ആയതും. അതെ. ഈ പരസ്യത്തിൽ എങ്ങനെ എത്തപ്പെട്ടു? പരസ്യത്തിൽ ഇതിനോടുള്ള താല്പര്യം മൂലം ഈ ഞാൻ പറഞ്ഞില്ല, ഈ ബോംബെയിൽ ഉള്ള കാലത്ത് നാടകം, മിമിക്രി, പാട്ട് പരിപാടികളൊക്കെ. അവിടെയും നാടക മിമിക്രി എല്ലാം ഉണ്ട്. എല്ലാം ചെറുതായിട്ട്. ഡബിങ്ങിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു? അങ്ങനെ അവിടെ നിന്ന് ഒരു സുഹൃത്ത് മുഖാന്തരം ഡബിങ്ങിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ ഈ ഹിന്ദി പരസ്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ ഹിന്ദിയിൽ ചില പരസ്യങ്ങളും സിനിമയുടെ പരസ്യമൊക്കെ പറയുന്നത് വല്ലാതെ ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് ആരാണ്? അപ്പോൾ
അമീൻ സായനി എന്ന് പറയുന്ന ഒരാളാണിത് ഇത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ഒന്ന് പറഞ്ഞേക്കാം. റെഡി? जी हाँ दोस्तों, टिप्स कैसेट्स की बेहतरीन पेशकश, अकेले हम अकेले तुम। കറക്റ്റ്. गीतकार मजनू सुल्तानपुरी और संगीतकार अन्नू मलिक। हाँ हाँ दोस्तों, तो आज ही खरीदिए टिप्स कैसेट्स की ये अकेले हम अकेले तुम। അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അതിനോടൊരു ഭയങ്കര താല്പര്യം. എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്, ഒരു ഭയങ്കര അട്രാക്ഷൻ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്ന കണ്ടിട്ടാണ് ഒന്ന് രണ്ട് പേര് വിളിച്ചുകൊണ്ടുപോയിട്ട് ഈ ശബ്ദം അവിടെ വെച്ച് പരീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ അറിയാതെ ആ മേഖലയിലേക്ക് ഡബ്ബിങ്ങിലേക്ക് പ്രവേശിച്ചു. പിന്നെ അതൊരു തൊഴിലായിട്ട് കുറേ കാലം. മലയാളത്തിലെ എത്ര താരങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്? കൂടുതലും എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ഹിന്ദിയും തമിഴും മറാഠിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഈ വില്ലന്മാരൊക്കെ ആയിട്ട് പുറത്തുനിന്ന് വന്ന് അഭിനയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ശബ്ദം കൊടുത്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞ സൈജുന്, നിഷാന്ത് സാഗറിന്, നരേന്, വിനീത് കുമാറിന് ഇവർക്കൊക്കെ പല ചിത്രങ്ങളിലും ശബ്ദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ട് എന്തായാലും ഹിന്ദി പാട്ടുകൾ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. അത് താങ്കൾക്കും മറക്കാൻ കഴിയില്ല. കാരണം താങ്കൾ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഒരു പാട്ട് പാടിയേ പറ്റൂ അല്ലേ? പല സന്ദർഭങ്ങളിലും താങ്കളുടെ പാട്ട് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ അതെ, ഇത്രയും ജനങ്ങളും കേൾക്കണം. നമ്മുടെ ശക്തനായ താരം ഒരുപാടുണ്ട് കേട്ടോ. ആട് ഒരു ഭീകര ജീവിയല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചിടപാട് തീർന്ന ഒരു സിനിമയാണ് ഇത്രയും വലിയൊരു അറക്കൽ അബു. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പാട്ടിലേക്ക് കിടക്കാം. അറക്കൽ അബു ഈ പടം അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ പ്രൊഡ്യൂസർ വിജയബാബു അദ്ദേഹത്തിന്റെ ഒരു ദിവസം ഞാൻ ജോഗിങ്ങിന്റെ സമയത്ത്, ഞാൻ വല്ലപ്പോഴും പോകാറുള്ളൂ, അദ്ദേഹം എല്ലാ ദിവസവും പോകും. സത്യസന്ധനാണ്. ഐ ലവ് യു പറഞ്ഞോളൂ. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു അത് ലക്കലി. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു പടമാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ആടിനെ ഒരു കോമ്പറ്റീഷനിൽ കിട്ടിയിട്ട് ഈ ആടിനെ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത 7-6 പേര്. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാല വിജയ്, എനിക്കും അഭിനയിക്കണം. അപ്പം പറഞ്ഞ് നമുക്ക് ചെയ്യാത്, ഞാൻ ഡയറക്ടറെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മിഥുൻ മാനുവൽ തോമസിനെ വിളിക്കുകയാണ്. അപ്പം മിഥുൻ മാനുവൽ തോമസ് ഫോൺ എടുത്തിട്ട് ചേട്ടാ സഹിച്ചേട്ടാ എന്തൊക്കെയുണ്ട്, ഏത് പടമാണ് ഇപ്പോൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഈ പടങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളിങ്ങനെ ആടെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ അകത്ത് എനിക്കൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ചേട്ടാ സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ രൂപത്തിന് പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ എനിക്ക് ചേട്ടനെ പ്ലേസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇത് എവിടെ പ്ലേസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ ഒന്നും വിചാരിക്കല്ല്, ചേട്ടൻ എൻ്റെ അടുത്ത പടത്തിൽ ഉറപ്പായിട്ട് ഞാൻ ആദ്യം തൊട്ടേ നമുക്ക് പ്ലാൻ ചെയ്യാമല്ലോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മിഥുൻ. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ഒരു വിളി കാരണമാണോ എന്താണെന്ന് അറിയില്ല, അറക്കലബു എന്ന് പറഞ്ഞൊരു സിനിമ ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി. ആ പ്ലേസ്മെന്റ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തതെന്ന് വെച്ചാൽ അതൊരു അതിൻ്റെ അകത്തൊരു എൻ്റെ ഇൻട്രൊഡക്ഷനിലും പിന്നെ എന്നെ കാണിക്കുമ്പോഴൊക്കെ ഒരു സോങ് ഉണ്ട്, അബുഭീകരൻ കൊടുംഭീകരൻ വടിവാളിനാൽ മുടി ചീകിടും, അങ്ങനെയൊക്കെയുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ പഞ്ചാണ് ആ സോങ്. പിന്നെ പല ഡയലോഗ്സും, ഞാനെടുത്ത് ഡയലോഗ്സ് വളരെ കുറവേ പറയുന്നുള്ളൂ, പക്ഷേ ഓരോ ഡയലോഗ്സിനും ഭയങ്കര പഞ്ചാണ്. അതായത് ഈ ആടിനെ ആരറക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഭയങ്കര ചർച്ച നടക്കണം. അപ്പൊ ഞാൻ മാത്രമേ ഭീകരനായിട്ടുള്ളൂ. അപ്പൊ ഓഡിയൻസ് പ്രതീക്ഷിക്കണം എനിക്ക് അതിനുള്ള കരുത്തുള്ളതാണ്. അപ്പോഴാണ് ഞാൻ മറ്റേ ചുരുട്ടൊക്കെ കത്തിച്ചിട്ട് ഞാൻ പറയണത്, കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ടച്ചോരയെ മുഖത്ത് തെറിച്ചത്, അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്. ഇപ്പോ താങ്കളുടെ ആ മൃഗീയമായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഹിന്ദി സോങ് ഗായകനൊന്നും അല്ലാന്ന് നമുക്കറിയാം. എന്തായാലും കൽനായകയിലെ ആ പാട്ട് നമുക്കൊരു ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പൊ ആ ശ്രമത്തിനാണ് നമ്മൾ നല്ലൊരു പ്രോത്സാഹനം കൊടുക്കണം. റെഡി? नायक नहीं खलनायक हूँ मैं, जुल्मी बड़ा दुखदायक हूँ मैं, ये प्यार क्या मुझको क्या खबर, बस यार नफरत के लायक हूँ मैं, नायक नहीं खलनायक हूँ मैं. എന്നോട് എനിക്കൊരു പണി തരാൻ വേണ്ടി വന്നതാ, അറിഞ്ഞിരുന്നില്ല. അതിനല്ലേ നീ ഇത്ര വലിയ ഇൻട്രോ ഒക്കെ കൊടുത്ത് ഒരു പണി ഇവന് കൊടുത്തത്. ഓക്കെ ഇനിയും വേണോ? ബാലൻസ് പോട്ടെ. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കരുത്. പാട്. ഒരു പാട്ട് പാടിയാൽ മതിയോ? മതി. ഇനി ഒന്നും വേണ്ട, 2 വരിയും കൂടെ പാടിക്കോ.
KL10 എന്ന് പറഞ്ഞ സിനിമ ഉടനെ തന്നെ പ്രദർശനത്തിനെത്തും. KL10 KL10 അതില് അതിമനോഹരമായിട്ടുള്ള ഒരു വേഷം. അല്ല, KL10 പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങളിൽ KL10 വേറെ ഏതെങ്കിലും ഉണ്ടോ? പിന്നെ ആകാശവാണി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. KS മിലൻ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ. എബ്രിഡ് ഷൈൻ്റെ ആക്ഷൻ ഹീറോ ബിജു. KL10 ആക്ച്വലി മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊരു കുഞ്ഞുണ്ട്, ക്യാരക്ടറിനൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടുന്ന സമയത്ത് മോസിൻ പെറാരിയാണ് ഈ പടത്തിൻ്റെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് അഹമ്മദ് എന്നാണ്. അപ്പോൾ ഈ അഹമ്മദിന് വേണ്ടിയിട്ട് കൊച്ചിലൊരു പാട്ടുണ്ടാക്കി, ഒരു 4 വരി. അപ്പോൾ അത് ഈ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൊന്നുമില്ല, നമ്മൾ ഡയലോഗ് പറയുന്ന പോലെ തന്നെ സാധാരണ നമ്മൾ താരാട്ട് പാട്ട് പാടുന്ന ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ആ 4 വരി ഇങ്ങനെയാണ്: വാപ്പച്ചിൻ്റെ ചുള്ളൻ ചെക്കനെ, ഇമ്മച്ചിൻ്റെ സ്റ്റൈലൻ കുട്ടനെ, നാളെ ഇജ്ജൊരു ജീനിയസ് ആകണം, മറ്റന്നാളൊരു ലെജൻഡ് ആകണം. സൂപ്പർ സൂപ്പർ. ഇത് പിന്നെ ശരിക്കും തിരക്കഥാകൃത്തൻ അല്ല സംവിധായകന്റെ മകന് വേണ്ടി എഴുതിയ പാട്ട്. അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എന്താ? അല്ല, അത് നമ്മളിപ്പോ കേട്ടിങ്ങനെ നമുക്കൊരു ഇഷ്ടം. അല്ല, അത് എനിക്കൊരു കുഞ്ഞുണ്ടായി. അപ്പം കുഞ്ഞിനെ പലപ്പോഴും ഇത് ഹം ചെയ്ത് എൻ്റെ പാട്ടിൻ്റെ ഒരു ലെവല് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഓപ്പണായിട്ട് പറയാം. വെറുതെ മൂളി അവനെ പാടി കേൾപ്പിക്കും. അപ്പം പലപ്പോഴും അവൻ കരയുന്ന കുറിച്ച് മിണ്ടാണ്ടിരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ ആണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. പേടിച്ചിട്ട് അത് മിണ്ടാണ്ടൊരു സമാധാനത്തോടെ അല്ലാതെ അതും കൊച്ചു കുട്ടികളുടെ അടുത്ത് പാടിക്കൊടുക്കാൻ പറ്റിയ പാട്ടുമാണ്. എന്തായാലും ഇതുപോലെ തന്നെ പടവും ബമ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ആ രസികനെ കുറിച്ച് പറഞ്ഞാൽ, രസികനിൽ ഇതുപോലെ ഒരു കവിതയുണ്ട്, അതൊന്ന് പാടാവും. രസികനിൽ അങ്ങനൊരു നമ്മുടെ മലയാളത്തിൽ പണ്ടുള്ള ഒരു പാട്ടാണത്. പക്ഷെ അത് മുരളി ഗോപി ചേട്ടൻ അതിൽ പാടിയിട്ടുണ്ട്. അത് നമ്മൾ ലൊക്കേഷനിൽ മാറിയിരുന്നത് പാടാറുണ്ട് ആ പാട്ട്. എല്ലാ നിരാശാ കാമുകന്മാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പാടും. അതെ, എല്ലാ നിരാശാ കാമുകന്മാർക്ക് വേണ്ടിയും, കാമുകിമാർ പറ്റിച്ചു പോയിട്ടുള്ള നിരവധി കാമുകന്മാർക്ക് വേണ്ടിയും, പ്രേമിച്ച് നടക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട്. ചാഞ്ഞു നിക്കണ പൂത്ത മാവിന്റെ കൊമ്പത്തെ ചില്ലയി കേറിയത്, പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല, പാതിരാവില പലമരത്തില് 3 ചിലയ്ക്കുമ്പോൾ, ഓർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും. പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോ മുന്നിൽ പുഴ വെട്ടി തന്നവനാ, അക്കരെ നിന്നൊരു മാരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ, അവൻ ഇക്കരെ വന്നപ്പോ നാട്ടുകാർക്ക് എന്നെ നീ ഒറ്റു കൊടുത്തില്ലേ പെണ്ണെ, നീ ഒറ്റു കൊടുത്തില്ലേ. ചാഞ്ഞു നിക്കണ പൂത്ത മാവിന്റെ കൊമ്പത്തെ ചില്ലയി കേറിയത്, പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല, പാതിരാവില പലമരത്തില് 3 ചിലയ്ക്കുമ്പോൾ, ഓർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദി താരങ്ങളെയാണ് കൂടുതൽ അവിടെ പിന്നെ അടുത്ത് ഇടപഴകിയത്, കാരണം നന്നായിട്ട് ശബ്ദം അറിയാം. അല്ല, ഈ ഹിന്ദി താരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ജാക്കി ഷറഫിനെ കാണാൻ പോയി പരാജയപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല. പിന്നെ ഏത് താരത്തിനെ കണ്ടിട്ടുണ്ടല്ലേ? പക്ഷെ സാക്ഷാൽ ഷാറൂഖ് ഖാനെ നേരിട്ട് കണ്ടു. ബോംബെയിൽ വെച്ചല്ല, നാട്ടിൽ അവിടെ കേരളത്തിൽ വെച്ചാണ് കണ്ടതിന് മാത്രമല്ല, ഇപ്പൊ പോയി കാണുന്നതിലുപരി ഷാറൂഖ് ഖാനും ഞാനുമായിട്ട് ഒരു മുറിയിൽ ഏകദേശം 1.5-2 മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എന്റെ ദൈവമേ, സമ്മതിച്ചേട്ടാ, 1.5 മണിക്കൂറൊക്കെ നിന്നെ എങ്ങനെ സഹിക്കടാ ഷാരൂഖ്? അല്ല, അതാണ് ഞാനും ആലോചിക്കുന്നത്, എന്ത് പുള്ളിയുടെ കിളി പോയതാണോ എന്റെ കിളി പോയതാണോ? കാരണം അത് എങ്ങനെയാ റൂമിനകത്ത് എത്തപ്പെട്ടത്? സാധാരണ നമ്മളിപ്പോ ഇങ്ങനത്തെ ഇപ്പോൾ ആരെങ്കിലും അടുത്ത് ചെല്ലുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന്
എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ് അവർ നമ്മളെ ഒഴിവാക്കുക. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ഇരിക്കൂ, എന്താണ് ഇത്ര ധൃതി എന്നാണ് ഷാരൂഖ് ഖാൻ ചോദിക്കുന്നത്. അതാണ് മനസ്സിലാവാൻ ആ മുറിയിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആർക്കെങ്കിലും അറിയോ? അറിയാം, അദ്ദേഹത്തിന്റെ ഒരു മാനേജർ ത്രൂ ആണ്. രാജേട്ടാ, നമുക്ക് ഹിന്ദി അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കുകയില്ല. ഹിന്ദിക്കാരെന്നൊക്കെ വിട്ട് ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവരെ പോലെയുള്ള പേടിപ്പിക്കുന്ന രൂപങ്ങളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അവർ കുറച്ചു നേരമൊക്കെ ഇരിക്കും. അപ്പോൾ ഇവൻ പാടി ഖൽനായക് ആ സമയത്ത് സഞ്ജയ് ദത്തിന്റെ ശബ്ദം അനുകരിക്കാറുണ്ട്. സഞ്ജയ് ദത്തിന്റെ ശബ്ദം ഒരു ലൈൻ മാത്രമേ പറയുള്ളൂ. बल्लू बलनायक नाम है मेरा, शराफत की किताब ने हमें खलनायक कहते हैं. ये डेढ़ इधर आ, इसको घोड़ा बोलते हैं मालूम है? ये तेरे सिर पे लगा के ऐसे खींचूंगा ना पूरा गोपड़ी बाहर आ जाएंगे. चल हट यहाँ से. എന്തായാലും നമുക്ക് അസലായിരുന്നെന്ന് പറയാനേ എന്നെ കൊണ്ടാവൂ. കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ പടങ്ങൾ കൂടുതൽ കണ്ടിട്ടില്ല. കണ്ട ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും. സൂപ്പർ സൗണ്ട്, ഗംഭീരമായിരുന്നു. പിന്നെ പരേഷ് റാവൽ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. അതെനിക്കറിയാം. പരേഷ് റാവലിന് കൊമേഡിയനായിട്ടും വില്ലനായിട്ടും ക്യാരക്ടർ റോൾ എല്ലാം ചെയ്യുന്ന ഒരു നടനാണ്. तो अपना मिनटों गोडाउन से मार लेके भागा, मिनटों के पीछे पीछे अपना चिकन इंस्पेक्टर भागा. भागते भागते मिनटों ने चलती गाड़ी पकड़ ली. साला मिनटों ने क्या सोचा, बच गया. लेकिन उस गाड़ी वाले ने उसको ऐसा लपट कर खींचा, सीधा मौत की मुंह में लेके गया और उस महारथी जम मर के आउट. लेकिन उस महारथी को मैंने देखा, विशाल अग्निहोत्री. झटका लग गया ना, मुझे भी लग गया था. सिर्फ 40 सेकंड हुआ, मेरा 40,000 रुपया दे देना. എന്റെ ദൈവമേ, അടിപൊളി അടിപൊളി. പറയ് അടുത്താരാ? പിന്നെ ഈ നാനാ പട്ടേക്കറിന്റെ ശബ്ദം ആ സമയത്ത് ചെറുതായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഡയലോഗുകളൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതിന്റെ ഒരു 2 ഡയലോഗ് പറയാം. കുഴപ്പമില്ല. ये कलम वाली बाई कलम की ताकत से वर्तमान के काले घोट को खत्म करना चाहता था. कौन सुना उसकी बात? मैं सुना. कुछ अच्छा काम करके जा रहा हूँ, सुकून है. जो अपने नाम नहीं बताना जानते उसको हिंदू और मुसलमान के बारे में किसने बताया? साले तूने. ആ സമയത്ത് ഭയങ്കര ആരാധനയുള്ളൊരു താരമായിരുന്നു. ഇപ്പോഴും ആരാധനയുള്ള താരമാണ്, ലെജൻഡാണ് അമിതാഭ് ബച്ചൻ. അപ്പോൾ ആ സമയത്ത് അമിതാഭ് ബച്ചൻ്റെ ശബ്ദം ചെറുതായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ അത് അത്രത്തോളം പെർഫെക്ഷൻ അല്ല, എന്നാലും ആ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ പറയാം. हिंदुस्तान, अस्सलाम वालेकुम. मेरा नाम बादशाह खान है. इश्क मेरा मजहब और मोहब्बत मेरा ईमान. मोहब्बत जिसके लिए मजनू ने ज़राम की हट चाही, उसी मोहब्बत को लेकर काबुल की ये पठान ज़मीन और हिंदुस्तान से अपनी मोहब्बत की हार मांगने आया. आजमाइश कड़ी है, इंतकाम मुश्किल है, लेकिन हौसला बुलंद है. हाय. അറിഞ്ഞിരുന്നില്ല സത്യം. മാത്രം വെച്ചാൽ മതി. ഇല്ല ഇല്ല ഇല്ല, നല്ല ശബ്ദമായിരുന്നു. കാരണം ഞാൻ അറിഞ്ഞിരുന്നില്ല ദിനേശിന് ഇത്രത്തോളം കഴിവുകളുണ്ടെന്ന് ദൈവസത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നതാണ്. അല്ല, അസലായിരുന്നു. ദിനേശിനും നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തിനും നല്ല ഒരു ക്ലാപ്പ് കൊടുക്കാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജീവി, വൃത്തികെട്ട ജീവി. പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഇവരെ പുതിയൊരു പടത്തിന്റെ ആൾക്കാരാണ്. ബോസിന്റെ ഇടയ്ക്ക് ഇയർ ബാലൻസ് പോകും. 24 മണിക്കൂറിനുള്ളിൽ ആ പെട്ടി എനിക്ക് കിട്ടിയിരിക്കണം. എനിക്ക് ഇവിടെ മാത്രമല്ല പിടി, അമേരിക്ക, ലക്ഷദ്വീപ്, ഹോങ്കോങ്, മാങ്കോങ്, ഗൂങ്കോങ്, കരുനാഗപ്പള്ളി. എന്നൊക്കെ നിനക്ക് ഒരു നാണോ ഇല്ലടാ. ഒരു പരിചയമില്ലാത്ത ഞാൻ വന്ന് വിളിച്ചപ്പോ എന്റെ കൂടെ പോരാ. അതിനെ പ്രേമിക്കണത് ഞാൻ പ്രേമിക്കും. ഞാൻ 10 വരെ എണ്ണും. അതിനു മുമ്പ് പെട്ടിയുമായിട്ട് മറ്റേ കുട്ടി കൂടെ വന്നില്ലെങ്കിൽ കുട്ടിനെ ഞാൻ തട്ടും. അതെന്റെ ഒരു ശീലമായിട്ട്. പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടിക്കും. 1 പെട്ടെന്ന് പൊട്ടിക്കണോ? ഞാൻ കഥ ചിന്നിന് ചൂണ്ടിട്ട് വല്ല കാര്യമുണ്ട്. പല സ്ഥലം പറഞ്ഞാൽ പറ്റില്ല. എവിടെ വെക്കേണ്ട നീ ആരാന്ന് പറഞ്ഞ? നീ ആരാന്ന് പറഞ്ഞ? ജീവി. അത് കണ്ടപ്പോഴേ തോന്നി. ശരിക്കും പേര് പറയടാ. എന്താ പേര് നിന്റെ? മന്മഥൻ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് ഇത്രയും നേരം ഞങ്ങളോട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ആ കാര്യം ഞാൻ വന്ന പോലെ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണ്? ഈ പ്രോഗ്രാമിനെ കുറിച്ച്. കാരണം ഈ പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന പറയിപ്പിച്ചിട്ടേ വിടാവൂ. 2 ഗംഭീര അവതാരകരുള്ള ഈ പ്രോഗ്രാം അല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പ്രോഗ്രാം. വീട്ടിൽ ഇരുന്ന് കാണുന്നത്. ഞാൻ തന്നെ പേഴ്സണലി കണ്ടിട്ട് ഞാൻ നമ്മുടെ ഷാജി പാഷാണത്തിനോടും മറ്റേ ഹരീഷ്
അവരോടെല്ലാം പേഴ്സണലി ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു ആ പ്രോഗ്രാം ആയിരുന്നു, ഈ പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ ബിനു അടിമാലി ഇവരുടെ എല്ലാം പെർഫോമൻസുകളും ഗംഭീരം. ഉഗ്രം പ്രോഗ്രാം. ഈ പ്രോഗ്രാം റേറ്റിംഗിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നില്ല, നീ അഹങ്കരിക്കും. അതുകൊണ്ട് എന്തായാലും ഇവര് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ബാലൻസ് അങ്ങേറ്റത്തുള്ള ആൾ വരും. പറഞ്ഞു. യെസ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരിയരങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അത് നോക്ക് പോണത് കഷ്ടോടെ ഇങ്ങനെ. ദൈവമേ.